കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചേർത്തലയിൽ LDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം കോടതിക്കവലയിൽ നിന്ന് തുടങ്ങി BSNL-ന്റെ മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും ജനദ്രോഹ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിന് താക്കീതായി CITU ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പൂർണ്ണം. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീണ്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലയിലെ ജീവനക്കാരും ഉൾപ്പെടെ കോടിക്കണക്കിന് തൊഴിലാളികളാണ് അണിനിരന്നത്. കർഷക തൊഴിലാളി സംഘടനകളും സമരമുഖത്തുണ്ട്. ഇന്ത്യൻ സമര ചരിത്രത്തിലെ പുതിയ അധ്യായമായി പണിമുടക്ക് മാറി. CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയിലാണ് പണിമുടക്ക് നടന്നത്. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയും ഇൻഷുറൻസ് മേഖലയിൽ 100% FDI, ആണവോർജ്ജ മേഖലയുടെ സ്വകാര്യവൽക്കരണം എന്നിവയ്ക്കെതിരെയാണ് പണിമുടക്ക് നടന്നത്. പണിമുടക്കിനോടനുബന്ധിച്ച് ചേർത്തലയിൽ LDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം കോടതിക്കവലയിൽ നിന്ന് ആരംഭിച്ച BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ തൊഴിലാളി വിരുദ്ധ കോഡ് പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. ഇങ്ങനെ ഒരു കോഡ് ഇന്ത്യ രാജ്യത്ത് അനിവാര്യമായ ഒന്നല്ല. അവർ പറയുന്നത് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാനും അതുപോലെ കൂടുതൽ നിക്ഷേപം വരാനും ഈ നയം നടപ്പിലാക്കിയേ പറ്റുമെന്നാണ്. നയം നടപ്പിലാക്കി 2021 നടപ്പിലാക്കി. അന്ന് ബില്ല് പറഞ്ഞ പോലെ പാസ്സാക്കി. തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്നത് മാറ്റിവെച്ചു. ഈ കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതി അത് ഇന്ത്യ രാജ്യത്താകെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്നതോടുകൂടി ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുകയാണ്. എന്ന് മാത്രമല്ല ട്രേഡ് യൂണിയൻ അവകാശം പോലും അവർ നിഷേധിക്കുകയാണ്. S. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. PS. ഷാജി സ്വാഗതം പറഞ്ഞു. മന്ത്രി P. പ്രസാദ്, N. S. ശിവപ്രസാദ്, KV. ഉദയഭാനു, P. ഷാജിമോഹൻ, K. ഉമയാക്ഷൻ, AP. പ്രകാശൻ, TM. ഷെരീഫ്, ജെയിംസ് കണ്ണാട്ട, PA. ഹാരിസ് എന്നിവർ സംസാരിച്ചു.